എന്താ കുട്ടി ഇത്? കുട്ടി എന്തിനാ അടിച്ചു വരുന്നത്? ഉമ്മയില്ലേ ഇവിടെ? ഞാനൊന്ന് അടിച്ചു വരെന്ന് വെച്ച് എന്റെ മാനൊന്നും പോവില്ല. വേണ്ട വേണ്ട, കുട്ടി ഇതൊന്നും ചെയ്യണ്ട. ഉമ്മ ഉമ്മ അടുക്കളയില. കുട്ടി എപ്പോ വന്നു? രാവിലെ. ചേച്ചിയും വാസോട്ടനൊക്കെ? ഞാൻ തനിച്ചാ വന്നത്. തനിച്ചോ? ആ ഈ വന്നോ? ഉമ്മ കണ്ടില്ലേ ഇത്? എന്തിനാ ഈ കുട്ടിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്? ഓ അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യിപ്പിക്കാന്നപ്പോ എന്റെ വിചാരം? നല്ല കുടുംബത്ത് പറഞ്ഞ കുട്ടിയൊക്കെ അറിയാ വീട് വൃത്തിയിലും വെടുപ്പിലും കൊണ്ടു നടക്കാനും സൂക്ഷിക്കാനും. അല്ല അനക്ക് ചായ എടുത്ത് വെക്കട്ടെ? വേണ്ട, കുളി കഴിഞ്ഞിട്ട് മതി. ഉമ്മ പോയി കുറച്ച് വെള്ളം ചൂടാക്ക്. ഇനി എപ്പോഴാ തിരിച്ചു പോകേണ്ടത്? ഇനി തിരിച്ചു പോകുന്നില്ല. ഞാൻ ഇവിടെ താമസിക്കാൻ പോവാ. എന്നും. ഇവിടെ താമസിക്കാനോ? വേണ്ട. ഞാനിവിടെ താമസിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ കുട്ടിക്ക് അത് ദുഷ്പേരാകും. എന്തിനാ വെറുതെ? ഒന്നുമില്ലാതെ തന്നെ ആളുകൾ ദുഷിപ്പ് പറഞ്ഞുണ്ടാക്കുന്നില്ലേ? കുട്ടി ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചാല് നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്ന അറിയോ? നാട്ടുകാർ അത്രയ്ക്ക് ഭയമാണെങ്കിൽ എന്നെ കല്യാണം കഴിച്ചോളൂ. കുട്ടി എന്തൊക്കെയായി പറയുന്നത്? ഒരാവേശം കൊണ്ടോ മോഹം കൊണ്ടോ ഒന്നും പറഞ്ഞതല്ല. എനിക്ക് ഈ ഭൂമിയിൽ ആകെ വിശ്വാസമുള്ളൊരു പുരുഷനായതുകൊണ്ടാ. ഉള്ളിൽ നന്മയുടെ അംശവും ആത്മാർത്ഥതയുള്ള ഒരാളെയാ എനിക്കിഷ്ടം. ഇല്ല ശ്രീകുട്ടി, അത് ശരിയല്ല. എന്റെ ആശാനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും അത്. ഗുരുഭക്തി കൊണ്ട് അങ്ങനെ തോന്നുന്നതെങ്കിൽ ആ ഗുരുവിന്റെ മകളെ തെരുവ് മൃഗങ്ങൾക്ക് പിച്ചിക്കീറാൻ എറിഞ്ഞു കൊടുക്കുന്നത് അതിലും വലിയൊരു അപരാധമല്ലേ? മൊല്ലാക്ക ഞങ്ങളുടെ വീട്ടിൽ കയറാതിരുന്നിട്ടും ഒരുപാട് ചീത്തപ്പേരുണ്ടായി. ഇപ്പോഴാണെങ്കിൽ അച്ഛനും അമ്മയും മരിച്ചു. ഞാൻ ഇനി എവിടെ താമസിച്ചാലും ചീത്തപ്പേരാ. എന്ന് മൊല്ലാക്ക എന്നെ വിവാഹം കഴിച്ചാ പിന്നെ ആ ചീത്തപ്പേരുണ്ടാവില്ലല്ലോ. തുടക്കത്തിൽ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാകും. കുറച്ചു കഴിയുമ്പോ അവർക്ക് പറഞ്ഞു രസിക്കാനും പരിഹസിക്കാനും വേറെ ഏതെങ്കിലും ശ്രീകുട്ടിമാരെയും മൊല്ലാക്കന്മാരെയും കിട്ടും. എന്നാലും ഞാൻ എടാ ഇതിലധികം ഒരു പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കരുതടാ മരങ്ങോടാ. ഈ ഒരാണല്ലേ? ഈ പെൺകുട്ടി കാണിക്കണേനെക്കാട്ട് ഒരു ഇത്തിരി ഉശിരം അനക്ക് കാണിച്ചൂടെ? ഉമ്മ ഇങ്ങനെ തന്നെയാണോ പറയണേ? പിന്നെ അല്ലാണ്ട് ഈ എന്താ ഒന്നും ഉണ്ടാത്തേ? ഉമ്മയ്ക്കും ഇഷ്ടം അതാണെങ്കിൽ പിന്നെ എനിക്കും ഇഷ്ടക്കുറവൊന്നുമില്ല. ഉമ്മ വെള്ളം ചൂടാക്കിയോ? ആ ഇനിയിപ്പം വെള്ളം ചൂടാക്കാനും ചോറ് വെച്ച് വിളമ്പി തരാനൊക്കെ ആളായല്ലോ. ഞമ്മക്ക് ഇനി ഒരു ഭാഗത്ത് കൊശായിരിക്കണം കുത്തിരിക്കാം.